പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇളനീർ സ്മൂത്തി അല്ലെങ്കിൽ ഇളനീർ ജ്യൂസ് എന്നൊക്കെ പറയാം. അതായത് കരിക്ക്. ഈ ചൂടത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഞാൻ ഓൾറെഡി സംഭാരത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ജ്യൂസാണ് ഇന്നിടുന്നത്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിതിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ജ്യൂസർ ഉണ്ടെങ്കിൽ അതെടുക്കാം, എന്ത് വേണേലും എടുക്കാം. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുക്കണേ. അപ്പോ അതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് കരിക്ക്. അതായത് നമ്മള് വിളഞ്ഞ തേങ്ങയല്ല, വിളയാത്തതിനെയല്ലേ കരിക്കെന്ന് പറയുന്നേ, അല്ലെങ്കിൽ ഇളനീരെന്ന് പറയും. അപ്പൊ അതിന്റെ വെള്ളവും വേണം, അതിന്റെ ആ കരിക്കും വേണം. അത് ഒരു തേങ്ങയുടെ ഒരു കരിക്കിന്റെയാ ഞാൻ എടുത്തേക്കുന്നേ. ഇതിനേക്കാളും കട്ടി കുറഞ്ഞ കരിക്കില്ലേ തേങ്ങ, അത് വേണേലും എടുക്കാം. ഇതിപ്പോ ഇച്ചിരി മുറ്റി തുടങ്ങിയതാ, സാരമില്ല. ഇനി നമുക്ക് അതിലേക്ക് ആ കരിക്കിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തേങ്ങയും കരിക്കിന്റെ വെള്ളവും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണേ. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ കുറച്ച് ഐസ് ചേർത്താലും മതി, അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു റോബസ്റ്റ പഴം. റോബസ്റ്റയോ മറ്റേ കൊച്ചുപഴം, പാളയന്തോടനോ പൂവമ്പഴോ എന്ത് വേണേലും ചേർക്കാൻ പ്രശ്നമില്ല. ഇനി പഴം ഇഷ്ടമല്ലാത്തവർ ഉണ്ടെങ്കിൽ അവോയ്ഡും ചെയ്യാം. റോബസ്റ്റ എന്ന് പറഞ്ഞത് ഇതുപോലെ ഒരു കൊച്ചു പഴം, നല്ല കനിഞ്ഞ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ലേശം പുതിനയില ഇല്ല എന്നുണ്ടെങ്കിൽ തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ചേർക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമേ. ഇപ്പൊ മധുരത്തിന്റെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ലേശം വെള്ളം കൂടി ചേർക്കുന്നു, അതായത് ഒരു 1/4 ഗ്ലാസ്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ അല്പം തരിതരിയായിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ അരയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് 1-2 ഏലക്ക ചേർക്കാം. അപ്പൊ നമ്മുടെ ഇളനീർ സ്മൂത്തി അല്ലെങ്കിൽ ഇളനീർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇതൊക്കെ വേണമെങ്കിൽ ഇതിലിട്ട് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള ഈസി ജ്യൂസുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.